الحمد لله رب العالمين، وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. يسرني في هذه الليلة، ليلة 27 ربيع الثاني لعام 47 و400 بعد الألف من الهجرة النبوية، على صاحبها أفضل الصلاة وأتم التسليم، أن نلتقي بإخواني وأحبابي من ولاية كيرلا في الهند الذين أحببتهم في الله سبحانه وتعالى، وأسعد حقيقة بمعرفتهم وبرؤيتهم بين الفيلة والأخرى. فأقول لهم جميعا أهلا ومرحبا بكم، وأسأل الله سبحانه وتعالى أن يجعل هذا المجلس المبارك من مجالس الذكر التي تحفها الملائكة وتغشاها الرحمة وتتنزل عليها السكينة. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഇന്ന് ഹിജ്റ വർഷം 1447 റബീഉൽ ആഖിർ 27 രാവിൽ ഇന്ത്യയിൽ നിന്നുള്ള കേരളത്തിലെ നമ്മുടെ സഹോദരങ്ങളെ കണ്ടുമുട്ടാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹുവിന് വേണ്ടി ഞാൻ അവരെ ഇഷ്ടപ്പെടുകയും അതിൽ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു. എനിക്കവരെ പല സന്ദർഭങ്ങളിലായി നാം അവരെ കാണാറുണ്ട്. ഒന്നും കൂടി അവരെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു മജ്ലിസ് മുബാറക്കായിട്ടുള്ള അള്ളാഹുവിൻ്റെ മലക്കുകൾ ചുറ്റിപ്പൊതിയുന്ന, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറക്കപ്പെടുന്ന, അള്ളാഹുവിൻ്റെ സക്കീനത്ത് സമാധാനം ഇറക്കപ്പെടുന്ന മുബാറക്കായിട്ടുള്ള ഒരു മജ്ലിസായി തീരാൻ ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്യുന്നു. أقول لكم يا أخوة أهلا ومرحبا بكم مرة أخرى، وأسأل الله سبحانه وتعالى أن يرزقني وإياكم العلم النافع والعمل الصالح، وأن يمنحنا وإياكم الفقه في دينه والثبات عليه حتى نلقاه. لعلنا إن شاء الله تعالى نشرع في كلمة مختصرة بإذن الله تعالى، فأقول بالله التوفيق. يقول الله سبحانه وتعالى: بسم الله الرحمن الرحيم: والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. هذه السورة العظيمة لا يخفاكم أنها من أعظم سور القرآن، وقد قال الشافعي رحمه الله: لو تدبر هذه الناس هذه السورة لكفتهم، لأنها اشتملت على المنهاج الصحيح الذي يجب أن يسير عليه المؤمن وأن يسعى إليه كل من أراد أن يكون من الرابحين. في قوله سبحانه وتعالى: والعصر أقسم الله بالعصر الذي هو الزمان وعليه مدار الأعمال من خير وشر، وهذا دليل على شرف الزمان، وأن المؤمن ينبغي له أن يهتم بوقته وأن يستغله فيما ينفعه في ذلك اليوم العظيم، يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. والله سبحانه وتعالى يقسم بما شاء من مخلوقاته، وأما المخلوق فلا يجوز له أن يحلف إلا بالله سبحانه وتعالى، كما قال صلى الله عليه وسلم: من كان حالفا فليحلف بالله أو ليصمت. فهي سورة عظيمة ابتدأها الله عز وجل بهذا القسم. എനിക്കും നിങ്ങൾക്കും യഥാർത്ഥ ഉപകാരപ്രദമായ ഇൽമും അതുപോലെ തന്നെ സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖും അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിൽ അറിവ് നേടാനും മരണം വരെ അതിൽ ഉറച്ചു നിൽക്കാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നാം ഒരു ഹ്രസ്വമായ ഒരു കലിമത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ ആരംഭിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസർ, തീർച്ചയായും മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ, ആരൊഴികെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും പരസ്പരം ഹക്ക് കൊണ്ട് ഉപദേശിക്കുകയും പരസ്പരം ക്ഷമ കൊണ്ട് സബർ കൊണ്ട് ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ. ഈ മഹത്തായ സൂറത്തിൽ നിങ്ങൾക്കറിയാവുന്നത് തന്നെ ഇത് വളരെ മഹത്തായ ഖുർആനിലെ വളരെ മഹത്തായ ഒരു സൂറത്താണ്.
ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല ഇതിനെക്കുറിച്ച് പറഞ്ഞു, ജനങ്ങൾ ഈ ഒരു സൂറത്തിനെ കുറിച്ച് ഉറ്റാലോചിക്കുകയാണെങ്കിൽ അവനത് മതിയായതാണ്. കാരണം ഈ ഒരു സൂറത്തിൽ യഥാർത്ഥ ഒരു മാർഗം, മിൻഹാജുണ്ട്. എങ്ങനെയുള്ളതാണത്? അത് ഒരു മുഅ്മിൻ അവൻ്റെ എല്ലാ സമയത്തും മുന്നോട്ട് പോകേണ്ട ഒരു മാർഗം ആ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട്. ആരെങ്കിലും വിജയികളുടെ കൂട്ടത്തിലാവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവന് വേണ്ട എല്ലാ കാര്യങ്ങളും ആ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം തന്നെ കാലം കൊണ്ട് സത്യം ചെയ്തു പറഞ്ഞു. ആ കാലത്തിലാണ് ഒരു മനുഷ്യൻ്റെ ഖൈറും ഷർറുമായിട്ടുള്ള മുഴുവൻ കർമ്മങ്ങളുമുള്ളത്. ഈ ഒരു കാര്യം തന്നെ അത് തെളിവാണ് കാലത്തിൻ്റെ പ്രത്യേകത. ഒരു മുഅ്മിൻ അവന് നിർബന്ധമായും അവൻ്റെ സമയം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, നാളെ പരലോകത്ത് ഒന്നും ഉപകരിക്കാത്ത ഒരു നല്ല നാളേക്ക് വേണ്ടി അവൻ വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന അവൻ്റെ എന്ത് സൃഷ്ടികളെ കൊണ്ടും അവൻ സത്യം ചെയ്യും. എന്നാൽ ഒരു സൃഷ്ടി അവൻ ഒരിക്കലും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ മറ്റൊന്നിനെ കൊണ്ടും സത്യം ചെയ്യാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, മൻ കാന ഹാലിഫൻ ഫല്യഹ്ലിഫ് ബില്ലാഹ്. ആരെങ്കിലും സത്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ? അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യട്ടെ. ഔ ലിയസ്മുത്, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ. ഇത് വളരെ മഹത്തായ ഒരു സൂറത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ സത്യം ചെയ്തുകൊണ്ട് ആരംഭിച്ചിരിക്കുന്നു. وجواب القسم في قوله تعالى إن الإنسان لفي خسر، والألف واللام ها هنا هي لام الجنس، يعني كل إنسان في خسارة. ثم استثنى الله عز وجل من هذه الخسارة من اتصف بصفات 4 عظيمة، وهي في قوله تعالى إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. فهذه الصفات 4 هي صفات الرابحين الذين سلموا من الخسارة. الصفة الأولى في قوله إلا الذين آمنوا، والصفة الثانية في قوله وعملوا الصالحات، والصفة الثالثة في قوله وتواصوا بالحق، والصفة الرابعة في قوله وتواصوا بالصبر. نعم. ഈ സത്യം ചെയ്യലിൻ്റെ ഉത്തരമായി അള്ളാഹു പറഞ്ഞു, ഇന്നൽ ഇൻസാന ലഫീ ഖുസർ, തീർച്ചയായും മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ്. അതിലെ അലിഫ്ലാം, അറബി ഭാഷയിൽ അലിഫ്ലാം, അൽ ഇൻസാൻ എന്ന് പറയുന്നതിലെ അലിഫ്ലാം അവിടെ ലാമുൻ ലിൽ ജിൻസ് എന്നാണ്. അതായത് എല്ലാ മനുഷ്യന്മാരും അതിൽപ്പെട്ടു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 4 പ്രത്യേകമായ ശ്രേഷ്ഠമായ സിഫത്തുകളുള്ള ആളുകളെ അതിൽ നിന്ന് ഒഴിവാക്കി. അത് ആരൊക്കെയാണ്? ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ, വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്തവർ, വതവാസൗ ബിൽ ഹഖ്, ഹക്ക് കൊണ്ട് പരസ്പരം ഉപദേശിച്ചവർ, വതവാസൗ ബിസ്സബ്രി, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിച്ചവർ. ഇവരെ ഒഴിവാക്കി. ഈ 4 ശ്രേഷ്ഠത സിഫാത്തുകൾ അത് വിജയിച്ചവരുടെ സിഫത്തുകളാണ്. അവരാണ് നഷ്ടക്കാരിൽ നിന്ന് രക്ഷപ്പെട്ടവർ. 1 വിശ്വസിച്ചവർ, 2 രണ്ടാമത്തത് സൽക്കർമ്മങ്ങൾ ചെയ്തവർ, 3 ഹക്ക് കൊണ്ട് പരസ്പരം ഉപദേശിച്ചവർ, 4 ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിച്ചവർ. أما الصفة الأولى وهي أعظم الصفات في قوله إلا الذين آمنوا، وهذا دليل على مرتبة العلم، وهذا ما أشار إليه شيخ الإسلام المجدد محمد بن عبد الوهاب أصول 3 عندما قال رحمه الله اعلم رحمك الله أنه يجب علينا تعلم 4 مسائل والعمل بهن. فذكر الأولى العلم، وهو معرفة الله، معرفة نبيه، ومعرفة دين الإسلام بالأدلة، ثم ذكر هذه السورة. فقوله الله عز وجل إلا الذين آمنوا دليل على مرتبة العلم. لماذا؟ لأن الإيمان لا يكون إلا بعلم. هذا دليل على مرتبة العلم، وهي أعظم المراتب. والعلم هو أساس العمل، والعلم أيضا هو أساس الدعوة إلى الله، والعلم أيضا هو أساس الأمر بالمعروف والنهي عن المنكر. فلا يمكن للإنسان أن يعمل إلا بعلم صحيح،
ولا يمكن أن يدعو إلى الله إلا بعلم، ولا يمكن أن يأمر بالمعروف وينهى عن المنكر إلا بعلم. فالعلم هو أهم المهمات وأوجب الواجبات، ولهذا يقول الله سبحانه وتعالى: فاعلم أنه لا إله إلا الله واستغفر لذنبك. فأعظم ما يكون على المرء في هذه الحياة الدنيا أن يتعلم وأن يتفقه في دين الله سبحانه وتعالى. ولهذا قال عليه الصلاة والسلام كما جاء في الصحيحين من حديث معاوية رضي الله عنه: من يرد الله به خيرا يفقهه في الدين. وفضل العلم وأهمية العلم تكمن في أن الإنسان لا يمكن أن يعبد الله عز وجل إلا بالعلم، لا يمكن أن يعبد الله على بصيرة إلا بالعلم، فيعرف معرفته لربه سبحانه وتعالى، معرفته بأسمائه وصفاته، هذه لا تكون إلا بالعلم، وهو أعظم ما يكون من العلم بالعقيدة الصحيحة وهي عقيدة أهل السنة والجماعة. كذلك أيضا ما يتعلق بالعبادات، يعرف كيف يتوضأ، كيف يصلي، كيف يزكي ماله، كيف يصوم، كيف يؤدي مناسك الحج، كيف يتعامل بالبيع والشراء وغير ذلك من التفقه في دين الله. لا يمكن للمرء أن يعبد الله عز وجل إلا بالعلم الشرعي والتفقه في دين الله عز وجل. نعم. അതിൽ ഒന്നാമത്തെ സിഫത്ത്, ഒന്നാമത്തെ വിശേഷണമായി പറയുകയുണ്ടായി, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അത് ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ എന്നുള്ളതാണ്. ഇത് ദലീലാണ്, ഇത് തെളിവാണ് ഇൽമിൻ്റെ ശ്രേഷ്ഠത, ഇൽമിൻ്റെ പദവി. ഇതിലേക്കാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം തൻ്റെ ഉസൂൽ സലാസ എന്ന കിതാബിൽ അദ്ദേഹം ഉണർത്തുകയുണ്ടായി: യാ അലം റഹിമക്കല്ലാഹ്, നിങ്ങൾ അറിയുക, അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയട്ടെ, അന്നഹു യജിബു അലൈനാ തഅല്ലുമു അർബഅ മസാഇൽ, നമ്മുടെ മേൽ പഠിക്കൽ നിർബന്ധമാണ് 4 മസ്അലകൾ, അതിനെക്കൊണ്ട് പ്രവർത്തിക്കലും. അതിൽ ഒന്നാമതായി അദ്ദേഹം എടുത്തു പറഞ്ഞത് അൽ ഇൽം, അറിവാണ്, അറിവ് നേടുന്നതിനെ കുറിച്ചാണ്. അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ച് അറിയൽ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയൽ, അതുപോലെ തന്നെ ദീനുൽ ഇസ്ലാം തെളിവ് സഹിതം അറിയൽ. എന്നിട്ട് ഈ സൂറത്ത് അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി: ഇല്ലല്ലദീന ആമനു എന്ന അള്ളാഹുവിൻ്റെ വചനം, വിശ്വസിച്ചവർ ഒഴികെ എന്നുള്ള അള്ളാഹുവിൻ്റെ വചനം, അത് ഇൽമിൻ്റെ പദവിയെ എടുത്തു കാണിക്കുന്നു. എന്തുകൊണ്ട്? കാരണം ഒരു മനുഷ്യന് ഈമാൻ ഉണ്ടാവുക എന്നുള്ളത് അത് ഇൽമ കൊണ്ടല്ലാതെ സാധിക്കുകയില്ല. ഇത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദവിയാണ്. യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി ഇൽമാണ് അതിൻ്റെ ഒന്നിൻ്റെ അടിസ്ഥാനം, ദഅവത്തിൻ്റെ അടിസ്ഥാനം, അതുപോലെ തന്നെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ഇൽമാണ്, അറിവാണ്. ഒരു മനുഷ്യന് ഒരിക്കലും സാധിക്കുകയില്ല അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ ഇൽമില്ലാതെ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഒരു മനുഷ്യന് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാൻ ഇൽമില്ലാതെ സാധിക്കുകയില്ല. അതുപോലെ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ നിർബന്ധമായ കാര്യങ്ങളിൽ ഏറ്റവും നിർബന്ധമായ കാര്യവുമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്: ഫഅലം, നീ അറിയുക, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, തീർച്ചയായും അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. വസ്തഗ്ഫിർ ലിദംബിക്, നീ നിന്റെ തിന്മകളിൽ നിന്ന് പാപമോചനം തേടുകയും ചെയ്തു കൊള്ളുക. ഈ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി ഇരിക്കേണ്ടത് അവൻ പഠിക്കുക എന്നുള്ളതാണ്, അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആവിയ റളിയല്ലാഹു അൻഹു നിന്നും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത്: മൻ യുരിദില്ലാഹു ബിഹി ഖൈർ
ആർക്കെങ്കിലും അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ യുഫഖിഹു ഫിദ്ദീൻ, അവനെ അള്ളാഹു ദീനിൽ അറിവുള്ളവനാക്കും. അതുപോലെ തന്നെ ഇൽമിന്റെ ശ്രേഷ്ഠത, അതിൻ്റെ പ്രാധാന്യം, അത് നിലകൊള്ളുന്നത് ഒരു മനുഷ്യന് ഒരിക്കലും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഇൽമില്ലാതെ സാധിക്കുകയില്ല. അവന് ബസീറത്തില്ലാതെ, ഇൽമില്ലാതെ അവന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുക. അവൻ അള്ളാഹുവിനെ കുറിച്ച് അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. അതൊരിക്കലും ഇൽമില്ലാതെ അവന് സാധിക്കുകയില്ല. ഈ ഇൽമ് എന്ന് പറയുന്നത് സഹീഹായ അഖീദ പഠിക്കാൻ, അഹ്ലുസുന്നത്തിൻ്റെ അഖീദ പഠിക്കാൻ, അത് വളരെ വലിയ ഒരു കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒരാൾ എങ്ങനെ വുളൂ ചെയ്യണം, എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ അവൻ്റെ സമ്പത്ത് സക്കാത്ത് നൽകണം, എങ്ങനെ അവൻ നോമ്പെടുക്കണം, എങ്ങനെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ചെയ്യണം, എങ്ങനെ കച്ചവടം, വിൽക്കൽ വാങ്ങലുകൾ ഇതൊക്കെ ചെയ്യണം. ഇതെല്ലാം അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുക വഴിയല്ലാതെ ഒരിക്കലും ഒരാൾക്ക് സാധിക്കുകയില്ല. ومما يدل يا إخواني على أهمية العلم أنه مرتبط ارتباط قوي ووثيق بشرطي قبول العبادة. تعلمون أن العبادة لا تكون مقبولة إلا بشرطين، ما هما؟ الإخلاص لله أولا، والأمر الثاني المتابعة للنبي صلى الله عليه وسلم. فالعلم يصحح الإخلاص لله عز وجل ويصحح النية بأن تكون لله عز وجل. وأيضا الشرط الثاني المتابعة للنبي صلى الله عليه وسلم، فإن العلم له أثره الكبير في متابعة العبد لنبي محمد صلى الله عليه وسلم في عبادة ربه. ما يمكن للمؤمن أن يتابع النبي صلى الله عليه وسلم في عبادة ربه، في صلاته، في صومه، في زكاته، في حجه، إلا بالعلم الشرعي. يعرف كيف كان هدي النبي صلى الله عليه وسلم في الوضوء، كيف كان هديه في الزكاة، كيف كان هديه في الصوم، كيف كان هديه صلى الله عليه وسلم في أداء مناسك الحج، وهكذا. إذن أهمية العلم أنه مرتبط ارتباط وثيق بشرطي قبول العبادة، وهما الإخلاص لله سبحانه وتعالى، والأمر الثاني المتابعة للنبي صلى الله عليه وسلم. അതുപോലെ തന്നെ എൻ്റെ സഹോദരന്മാരെ, ഇത് സൂചിപ്പിക്കുന്നത് ഇൽമിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അത് അമലുകൾ, കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള 2 ഷർത്തുകൾ, നിബന്ധനകൾക്ക് അങ്ങേയറ്റം ബന്ധപ്പെട്ട് കിടക്കുന്നു. നിങ്ങൾക്കറിയാം, കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ 2 നിബന്ധനകളുണ്ട്. ഒന്ന്, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടായിരിക്കണം. ഒരാൾ ഇൽമ് നേടുക വഴി അവൻ്റെ അള്ളാഹുവിന് വേണ്ടി മാത്രം ആത്മാർത്ഥമാക്കുന്ന ഇഖ്ലാസ് എന്ന കാര്യം, ആ ഇൽമ് ശരിയാക്കും. അതുപോലെ തന്നെ 2ാമത്തെ ഷർത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടായിരിക്കണം ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന വിഷയം, അത് ഒരാൾ ഇൽമ് നേടുക എന്നുള്ളതിൽ അത് വളരെ വലിയ ശ്രേഷ്ഠതയുണ്ട്. ഒരു മനുഷ്യന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാതെ ഒരിക്കലും അവനിക്ക് ഇൽമ് നേടാതെ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ സാധിക്കുകയില്ല. അവനെങ്ങനെ നിസ്കരിക്കണം, അവനെങ്ങനെ സക്കാത്ത് കൊടുക്കണം, അവനെങ്ങനെ ഹജ്ജ് ചെയ്യണം, ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്താണ് വുളൂഇൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്താണ് സക്കാത്ത് കൊടുക്കുന്നതിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്താണ് നോമ്പെടുക്കുന്നതിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്താണ് ഹജ്ജ് ചെയ്യുന്നതിൽ, ഇങ്ങനെ ഇതെല്ലാം അറിയണമെങ്കിൽ ഇൽമ് നേടൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് 2 ഷർത്തുകൾ, ഈ 2 ഷർത്തുകളിൽ വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. النصوص كثيرة في فضل العلم، ومر معنا قوله عليه الصلاة والسلام: من يريد الله به خيرا وفقهه في الدين. والقرآن العزيز دل على ذلك في آيات كثيرة، منها قوله تعالى: قل هل يستوي الذين يعلمون والذين لا يعلمون. وفي قوله تعالى: يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. وفي قوله سبحانه: وقل ربي زدني علما. وفي قوله سبحانه: إنما يخشى الله من عباده العلماء. كل هذه النصوص يا إخواني فيها الدلالة الواضحة على أهمية العلم الشرعي. وفي قوله سبحانه وتعالى: قل هل يستوي الذين يعلمون
والذين لا يعلمون. هذه الآية جاءت في سورة إيش؟ الزمر. أحسنت يا شيخ. ما أولها؟ أمن هو قانت آناء الليل ساجدا وقائما، أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر. أنا أريد يعني تربطون أول الآية بقوله تعالى قل هل يستوي الذين يعلمون والذين لا يعلمون. الله عز وجل امتدح الذين يقومون الليل ويتهجدون لله سبحانه وتعالى، أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. وجه الارتباط أن العلم ثمرته ماذا؟ يا إخوان العمل بالعلم. عندما علموا وتفقهوا في دين الله كانوا يعملون بعلمهم، يقومون الليل يتهجدون لله سبحانه وتعالى، وهذا هو ثمرة العلم. ولهذا يقول الله عز وجل في الآية الأخرى إنما يخشى الله إيش؟ من عباده العلماء. ولهذا ابن مسعود رضي الله عنه ماذا يقول إنما العلم الخشية، يعني الخشية هي الغاية العظيمة من العلم الشرعي، أن تخشى الله سبحانه وتعالى وأن تقوم بعبادته وحده لا شريك له، وأن تكون قدوة لغيرك من المسلمين. في كون الله عز وجل من عليك بالعلم الشرعي أن تكون قدوة لغيرك من المسلمين في العمل بهذا العلم. إذن العمل هو ثمرة العلم. ولهذا في قوله تعالى اهدنا الصراط المستقيم صراط الذين أنعمت عليهم، أنعم الله عليهم بماذا؟ أنعم الله عليهم بالعلم النافع والعمل الصالح، خلافا لليهود غير المغضوب عليهم الذين عندهم علم ولكن بلا عمل، وخلافا للضالين النصارى ومن شابههم الذين عملوا ولكن على جهل. ഇൽമിന്റെ ശ്രേഷ്ഠത പറഞ്ഞുകൊണ്ട് ധാരാളം നുസൂസുകൾ പ്രമാണങ്ങൾ വന്നിട്ടുണ്ട്. ഒന്നാമത് നമ്മൾ ആദ്യം പറയുകയുണ്ടായി ആർക്കെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവനെ ദീനിൽ അറിവുള്ളവനാക്കും. അതുപോലെ തന്നെ ഖുർആനിൽ ധാരാളം ആയത്തുകൾ വന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, പറയുക അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുമോ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, നിങ്ങളിൽ വിശ്വസിച്ചവരെയും അതുപോലെ തന്നെ അറിവുള്ളവരെയും അറിവ് നൽകപ്പെട്ടവരെയും അള്ളാഹു പല പടികൾ ഉയർത്തുന്നതാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഖുർ റബ്ബി സിദ്നി ഇൽമാ, നബിയെ പറയുക അല്ലാഹുവേ എൻ്റെ റബ്ബേ എനിക്ക് നീ ഇൽമ വർദ്ധിപ്പിച്ചു തരണേ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത് അവൻ്റെ അടിമകളിൽ പണ്ഡിതന്മാർ അറിവുള്ളവർ മാത്രമാണ്. ഈ പ്രമാണങ്ങളെല്ലാം തെളിയിക്കുന്നത് എന്താണ്? അത് ഇൽമിൻ്റെ പ്രാധാന്യമാണ്, ശർഈയായ ഇൽമിൻ്റെ പ്രാധാന്യമാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ. ഈ ആയത്ത് ഏതിലാണ് വന്നിട്ടുള്ളത്? സൂറത്ത് സുമർ. ഇതിൻ്റെ ആദ്യം എന്താണ്? അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അല്ലൈലി സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറ വയർജു റഹ്മത റബ്ബിഹി ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. അതല്ല, പരലോകത്തെപ്പറ്റി ജാഗ്രത പുലർത്തുകയും തൻ്റെ രക്ഷിതാവിൻ്റെ കാരുണ്യം ആശിക്കുകയും ചെയ്തുകൊണ്ട് സാഷ്ടാംഗം ചെയ്തും സുജൂദ് ചെയ്തും നിന്ന് പ്രാർത്ഥിച്ചും രാത്രി സമയങ്ങളിൽ കീഴ്വണക്കം ചെയ്യുന്നവനോ സത്യനിഷേധിയാണോ ഉത്തമൻ? പറയുക അറിവുള്ളവരും അറിവില്ലാത്തവനും സമമാകുമോ? ബുദ്ധിയുള്ളവർ മാത്രമേ ആലോചിച്ചു മനസ്സിലാക്കുകയുള്ളൂ.
ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്ന ആയത്തിന്റെ ആദ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവനെ, തഹജ്ജുദ് നിസ്കരിക്കുന്നവനെ പുകഴ്ത്തിയിരിക്കുകയാണ്. കാരണം ഇൽമ് എന്ന് പറയുന്നത് അതിൻ്റെ സമറത്ത്, വിഭവം എന്തായിരിക്കണം? അത് അമലായിരിക്കണം. ഒരാൾ ദീൻ പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിച്ച കാര്യങ്ങൾ കൊണ്ട് അവൻ അമൽ ചെയ്യണം. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം, അതുപോലെ തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അതാണ് യഥാർത്ഥത്തിൽ ഇൽമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ആയത്തിൽ പറഞ്ഞത്, ഇപ്രകാരം പറഞ്ഞത്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിൻ്റെ അടിമകളിൽ പണ്ഡിതന്മാർ, ഇൽമുള്ളവർ മാത്രമാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയുണ്ടായി, ഇന്നമൽ ഇൽമു അൽ ഖശ്യ, ഇൽമ് എന്ന് പറയുന്നത് അത് അള്ളാഹുവിനെ ഭയപ്പെടൽ മാത്രമാണ്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൽമു കൊണ്ട്, ശർഈയായ ഇൽമു കൊണ്ട് അതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ ലക്ഷ്യം അത് അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളതാണ്. ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൽ പങ്കുചേർക്കാത്ത അവന് അവന് മാത്രമായി ഇബാദത്ത് ചെയ്യുക. അതേപോലെ തന്നെ അവൻ ഇൽമു നേടിക്കഴിഞ്ഞാൽ മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക് അവൻ മാതൃകയാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ശർഈയായ അറിവ് നൽകിയാൽ നിങ്ങൾ മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക് അത് അമൽ ചെയ്തുകൊണ്ട് മാതൃക കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇൽമു കൊണ്ട് അതിൻ്റെ സമറത്ത്, അതിൻ്റെ വിഭവം എന്താണ്? അത് അമലാണ്, അത് പ്രവർത്തിക്കലാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നിങ്ങളെ നീ നേരായ പാതയിൽ നയിക്കണമേ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാതയിൽ. എന്താണ് അള്ളാഹു അനുഗ്രഹിച്ചത്? അവരെ അനുഗ്രഹിച്ചത് യഥാർത്ഥ ഉപകാരപ്രദമായ അറിവുകൊണ്ടും അതുകൊണ്ട് പ്രവർത്തിക്കലാണ്. യഹൂദികൾക്ക് എതിരായി അള്ളാഹു അവരോട് കോപിച്ചിരിക്കുന്നു. കാരണം എന്താ? അവർക്ക് ഇൽമുണ്ട്, അവരെന്ത് ചെയ്തു? ഇൽമുണ്ടായിട്ടും അവർ അമൽ ചെയ്തില്ല. അതുപോലെ തന്നെ വലല്ലാലീൻ, അതായത് അള്ളാഹു വഴിപിഴച്ചവർ എന്ന് പറഞ്ഞ കൂട്ടർ അവരാരാണ്? നസാറാക്കൾ. അവരെന്താണ്? അവർ ഇൽമില്ലാതെ, അറിവില്ലാതെ, ജഹലിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തു. نعم، وهذا مما يدل على فضل هذه المرتبة، وهي مرتبة العلم. وإنني في هذه الدقائق وهذه الجلسة المباركة أوصيكم ونفسي يا إخواني بالجد والاجتهاد والمثابرة في العلم الشرعي والحرص على طلبه والتفقه في الدين. ونعلم أن الإنسان دائما وأبدا يحتاج إلى العلم، لا يتوقف عند سن معين أو عند شهادة جامعية أو عند تخصص معين، بل هو يحتاج إلى العلم الشرعي والتفقه في دين الله إلى أن يتوفاه الله سبحانه وتعالى. ولهذا كان الإمام أحمد رحمه الله يقول: من المحبرة إلى المقبرة، يعني العلم يكون مع المرء دائما وأبدا إلى أن يتوفاه الله سبحانه وتعالى. فوصيتي لنفسي وإياكم يا إخواني بالجد والاجتهاد في العلم الشرعي، حتى لو كان الإنسان غير متخصص في العلم أو في العلوم الشرعية، لو كان شخص مهندس أو طبيب أو مزارع أو غير ذلك من المهن، فهذا لا يمنعه أن يتفقه في دين الله. والتفقه في دين الله على قسمين: القسم الأول هو فرض عين على كل مسلم ومسلمة، وضابط هذا القسم هو ما لا يسع المسلم جهله في صحة عبادته، فهذا واجب على الجميع، على كل المسلمين، يعرف كيف يتوضأ، يعرف كيف يصلي، يعرف كيف يزكي مال إذا كان عنده مال قد وجب فيه الزكاة، صوم رمضان إذا أراد أن يحج، هذا واجب على الجميع. القسم الثاني فرض كفاية، وهو ما زاد عن ذلك من أنواع من العبادات أو من المعاملات أو غير ذلك، ويحرص المرء
على أن يتفقه في الدين، سواء كان ذلك في فرض العين الذي هو واجب عليه، أو كان يستطيع فيما هو من فرض الكفاية، حتى ينفع الله عز وجل به ويرفع الجهل عن نفسه ويرفع الجهل عن غيره. ولهذا الإمام أحمد رحمه الله عندما سئل وقيل له: يا أبا عبد الله، ما أفضل الأعمال؟ فقال رحمه الله: أفضل الأعمال العلم لمن صحت نيته، لمن صحت نيته. وهذا دليل على أهمية الإخلاص في طلب العلم. ما يطلب الإنسان العلم ليجاري به السفهاء ويماري به العلماء، أو يجاري به العلماء ويماري به السفهاء، بل يطلب العلم لينتفع بذلك. ولهذا لما قيل له الإمام أحمد رحمه الله: كيف تصح نيته؟ فقال: بأن ينوي رفع الجهل عن غيره، وأن ينوي رفع الجهل أن ينوي رفع الجهل عن نفسه. وقال بعض العلماء: وأيضا ينوي رفع الجهل عن غيره. فهذا دليل أو علامة على الإخلاص في طلب العلم، أن ينوي رفع الجهل عن نفسه. وزاد بعض العلماء قال: وأن ينوي رفع الجهل عن غيره. وقال الشيخ ابن عثيمين أيضا: ومن دلائل صحة النية في طلب العلم أن ينوي حفظ الشريعة والدفاع عنها. كل ذلك علامات على الإخلاص في طلب العلم. لماذا؟ لأن العلم عبادة، والعبادة لا تكون صحيحة ولا تكون مقبولة إلا بالإخلاص لله عز وجل، كما قال سبحانه وتعالى: وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. إذن وصيتي لكم أيها الإخوة الكرام أن تجتهدوا بارك الله فيكم في العلم وحضور حلقات العلم والقراءة في الكتب الموثوقة لعلماء السنة، وسماع شروح المتون العلمية لعلمائنا الأجلاء، وهي ولله الحمد متوفرة ومتيسرة عبر هذه القناة التي تسمى قناة اليوتيوب. تسمع لشرح سماحة شيخنا بن باز رحمه الله على الأصول الثلاثة، على كتاب التوحيد، على القواعد الأربع، على الواسطية وغيرها من متون العلم. تسمع كذلك كلام شروح الشيخ محمد بن عثيمين وغيره، والشيخنا الشيخ صالح فوزان وغيره من العلماء. فالعلم الآن الحمد لله متوفر ومتيسر. فإذا كنت تستطيع ذلك وتفهم ذلك باللغة العربية فالحمد لله هذه قناة فيها من الشروح ما الله بعليم. إذا كنت لا تتقن اللغة العربية فاستعن بإخوانك الذين يعني يترجمون لك هذا الكلام، ويكون لكم مثلا جلسة خاصة في سماع مثلا درس من دروس هؤلاء العلماء. يعني على سبيل المثال تجتمعون مثلا في مكان ما في الأسبوع مرة واحدة، ويأتي أحدكم مثلا بهذا الجهاز، سواء الجهاز الكمبيوتر أو اللابتوب أو ما يسمى بالآيباد، ويقوم بتشغيل مثلا شرح سماحة الشيخ بن باز رحمة الله عليه للأصول الثلاثة، ويكون واحد مثل الشيخ صادق جزاه الله خير أو غيره ويسمع كلام الشيخ ويترجم، ويكون الجميع معهم كتاب ومعهم دفتر، لأن لا بد الإنسان يقيد العلم. ما يصلح الواحد يسمع فقط، الذي يسمع قد ينسى، لكن يكون معك ورقة ودفتر تكتب فيه حتى لا تنسى العلم. അതിനാൽ ഇൽമിൻ്റെ ശ്രേഷ്ഠത പദവി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഞാൻ എന്നോടും എൻ്റെ സഹോദരങ്ങളോടും ഞാൻ നസീഹത്ത് ചെയ്യുന്നത്, നിങ്ങൾ ഇൽമു പഠിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കുക. ശരഈയ ഇൽമു പഠിക്കാൻ, അള്ളാഹുവിൻ്റെ ദീനിൽ അറിവ് നേടാൻ നിങ്ങൾ അങ്ങേയറ്റം പരിശ്രമിക്കുക. ഒരു മനുഷ്യന് എല്ലാ സമയത്തും അറിവിൻ്റെ ആവശ്യമുണ്ട്, അത് ഒരിക്കലും നിൽക്കുന്നില്ല. ഒരാൾ ഇൽമു പഠിക്കേണ്ടത് വെറും ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ അവൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രത്യേകം അവൻ സർട്ടിഫിക്കറ്റ് നേടാൻ വേണ്ടിയോ അതിനൊന്നുമല്ല.
ഒരാൾ മരണം വരെ, അള്ളാഹു അവൻ്റെ റൂഹ് പിടിക്കുന്നത് വരെ അവൻ അറിവ് നേടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാ പറഞ്ഞത് മിനൽ മഹ്ബറ ഇലൽ മഖ്ബറ, ആദ്യാക്ഷരം പഠിച്ചു തുടങ്ങുന്നത് മുതൽ മരണം വരെ, ഖബർ വരെ ഒരാൾ ഇൽമു പഠിക്കും. ഒരു മനുഷ്യന് അള്ളാഹു അവനെ റൂഹ് പിടിക്കുന്നത് വരെ, മരിപ്പിക്കുന്നത് വരെ അവൻ അറിവ് ആവശ്യമുണ്ട്. അതുകൊണ്ട് എന്നോടും നിങ്ങളോടും എൻ്റെ സഹോദരങ്ങളെ, ഇൽമു നേടാൻ, ശർഈയായ ഇൽമു നേടാൻ അങ്ങേയറ്റം നിങ്ങൾ പരിശ്രമിക്കുക. ഒരു മനുഷ്യൻ ചിലപ്പോൾ ഈ ഒരു ഇൽമു നേടുന്നതിന് വേണ്ടി ഒഴിഞ്ഞിരിക്കണമെന്നില്ല. എന്നാൽ അവൻ ഒരു എഞ്ചിനീയർ ആവട്ടെ, ഇനി ഒരു ഡോക്ടർ ആവട്ടെ, ഇനി ഒരു കൃഷിക്കാരനാവട്ടെ, ഇനി എന്ത് ജോലി ചെയ്യുന്ന ആളാവട്ടെ, അവനും അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കേണ്ടതുണ്ട്. ദീന് പഠിക്കുന്നത് രണ്ട് കാര്യങ്ങളിലാണ്, രണ്ട് വിധത്തിലാണ് ദീനിൻ്റെ പഠനമുള്ളത്. ഒന്ന്, അത് ഫർള് ഐനാണ്. ഓരോ മുസ്ലിമിനും, ഓരോ മുസ്ലിം സ്ത്രീക്കും, ഓരോ മുസ്ലിം പുരുഷനും നിർബന്ധമായിട്ടുള്ളത്. അത് ഒരിക്കലും അവന് ഒഴിവാകുന്നില്ല. അത് എല്ലാ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമാണ്. എങ്ങനെ അവൻ വുളു എടുക്കണം, എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ സക്കാത്ത് കൊടുക്കണം, എങ്ങനെ റമളാൻ മാസം നോമ്പെടുക്കണം, എങ്ങനെ ഹജ്ജ് ചെയ്യണം, ഇതെല്ലാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കൽ എല്ലാവർക്കും നിർബന്ധമാണ്. രണ്ടാമത്തെ കാര്യം, അതിനേക്കാൾ കൂടുതൽ ഇബാദത്തുകളുടെ ഇനങ്ങൾ, മറ്റ് ഇടപാടുകൾ, ഇതെല്ലാം കൂടുതലായി പഠിക്കുക എന്നുള്ളത് അത് ഫർള് കിഫായാണ്. അത് എല്ലാവരും പഠിച്ചില്ലെങ്കിലും ആരെങ്കിലും ചില ആളുകളെങ്കിലും സമൂഹത്തിൽ പഠിക്കേണ്ടതുണ്ട്. അത് ആളുകൾ ഒഴിഞ്ഞിരുന്ന് അതിനുവേണ്ടി പഠിക്കൽ നിർബന്ധമാണ്. ഫർള് കിഫായ ആയിട്ടുള്ള കാര്യങ്ങൾ അത് അള്ളാഹു അവനിൽ നിന്ന് അറിവ് ഉയർത്തുകയും അറിവിനെ ഇല്ലാതാക്കുകയും മറ്റുള്ളവരിൽ നിന്ന് അറിവില്ലാതാക്കുക. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിയോട് ഒരിക്കൽ ചോദിക്കപ്പെടുകയുണ്ടായി, എന്താണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അത് അറിവ് നേടലാണ്. ഒരാളുടെ നിയ്യത്ത് നന്നായാൽ ഇത് തെളിയിക്കുന്നു ഇഖ്ലാസ്, ആത്മാർത്ഥത, അള്ളാഹുവിന് വേണ്ടി മാത്രം എന്നുള്ളത് ഇൽമു നേടുന്നത് തലബുൽ ഇൽമിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരാൾ ഒരിക്കലും ഇൽമു നേടുന്നത് വിഡ്ഢികളോട് സംവദിക്കാനോ അല്ലെങ്കിൽ ഉലമാ പണ്ഡിതൻ എന്ന കീർത്തി നേടാനോ അങ്ങനെയൊന്നും ആവരുത്. അതിൽ ഇഖ്ലാസ് വേണം. അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഒരാൾ ഇൽമു നേടിയാൽ ശരിയായ നിയത്തോടെ അതാണ് ഏറ്റവും നല്ല സൽക്കർമ്മം. അതുപോലെ തന്നെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പോലുള്ള പണ്ഡിതന്മാർ പറയേണ്ട എന്താണ്, ഒരാൾ ഇൽമു നേടുമ്പോൾ അവൻ നിയ്യത്ത് വെക്കേണ്ടത് അവനെ സ്വന്തം അറിവില്ലായ്മയെ നീക്കിക്കളയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അറിവില്ലായ്മയെ നീക്കിക്കൊടുക്കുക എന്നുള്ളതും അവൻ നിയ്യത്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ശരീഅത്തിനെ സംരക്ഷിക്കുക എന്നുള്ള, അല്ലാഹുവിൻ്റെ ശരീഅത്തിനെ മറ്റ് അതിൽ കടത്തിക്കൂട്ടലുകളിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ളതും അതും ഈ ഒരു നിയ്യത്തിൽ വരേണ്ടതാണ്. കാരണം ഇൽമ് എന്നുള്ളത്, അത് ഇൽമു നേടുക എന്നുള്ളത് അത് ഇബാദത്താണ്. അത് ശരിയാവണമെങ്കിൽ, അള്ളാഹുൽ സ്വീകാര്യമാകണമെങ്കിൽ അള്ളാഹുൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയഖീമുസ് സ്വലാത്ത വയഉതുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് ഋജുമനസ്കരായ നിലയിൽ അവനെ ആരാധിക്കുവാനും നമസ്കാരം നിലനിർത്തുവാനും സക്കാത്ത് നൽകുവാനും അല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടില്ല. അതത്രേ വക്രതയില്ലാത്ത മതം. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, ഞാൻ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുന്നത്, ഇൽമിൻ്റെ മജ്ലിസുകളിൽ ഹാജരാവുകയും അതുപോലെ തന്നെ ഇൽമിൻ്റെ കിതാബുകൾ വായിക്കുകയും ഉലമാക്കളുടെ ശറഹുകൾ കേൾക്കുകയും എന്നിട്ട് ഇൽമു നേടുകയും ചെയ്യുക. ഇന്ന് യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയകളിൽ ധാരാളമായി ഈ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് ഇബ്നു ബാസ് റഹിമഹുല്ലാഹയുടെ ഉസൂലുസ് സലാസ, അല്ലെങ്കിൽ ഖവായിദുൽ അർബ, അഖീദത്തുൽ വാസ്തിയ്യ, ഇങ്ങനെയുള്ള ഷെറുകൾ, അതുപോലെ തന്നെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാന്റെ അല്ലെങ്കിൽ സാലിഹ് അൽ ഫൗസാന്റെ ഹഫിളഹുല്ലാഹ്, ഇങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ കിതാബുകൾ, അതിൻ്റെ ദർസുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് അറബി ഭാഷയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ കേട്ട് മനസ്സിലാക്കിയാൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി അങ്ങനെ സാധിക്കുന്നില്ല, ഒരാൾക്ക് അറബി ഭാഷ അറിയില്ലെങ്കിൽ, നിങ്ങളിൽ ആരെങ്കിലും അറബി ഭാഷ അറിയുന്ന ഒരാൾ ഒരാഴ്ചയിൽ ഒരു ദിവസം
ഒത്തുകൂടുകയും എന്നിട്ട് കമ്പ്യൂട്ടറിലോ ഐപാഡിലോ ലാപ്ടോപ്പിലോ എന്തിലെങ്കിലും ഈ ദർസുകൾ അത് വെക്കുകയും എന്നിട്ട് അത് തർജ്ജമ ചെയ്ത് മലയാളത്തിലേക്ക് നിങ്ങളുടെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് നൽകുകയും ചെയ്യുക. അപ്പോൾ ആ സമയത്ത് ഒരാളുടെ കയ്യിലും ആ കിതാബ് ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ ഒരു നോട്ട് ബുക്ക് അവൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കുക ആ ഇൽമ നേടുന്ന സമയത്ത്. എന്നിട്ട് അത് എഴുതിയെടുക്കേണ്ടതുണ്ട്. കാരണം ഒരാൾ വെറും കേട്ടു പോകുക എന്നുള്ളത് ഇൽമ നിലനിൽക്കുന്ന കാര്യമല്ല. ഒരാൾ ഇൽമ കേൾക്കുന്നതോടുകൂടി തന്നെ അത് എഴുതിയെടുക്കുകയും ചെയ്യുക. അതെന്തിനാണ്? അവൻ ആ ഇൽമ പഠിച്ച ഇൽമ മറക്കാതിരിക്കാൻ. أنا أذكر حقيقة يعني بهذه المناسبة الشيخ ابن عثيمين رحمة الله عليه ذكر له أحد طلابه قال أنا لم أحضر يعني مباشرة دروسك في المسجد ولكني أستمع إليها عن طريق الأشرطة. يعني قبل قديما ما كان فيه يعني قناة اليوتيوب والمواقع التواصل، كان قديما في الأشرطة تسمى أشرطة الكاسيت. فالشيخ رحمه الله قال أبدا يعني تلقي العلم حتى عن طريق الأشرطة هذا يعتبر من وسائل تلقي العلم. يقول فإذا كنت تحضر أو تستمع لدروسي فأنت من طلابي أو كلمة نحو ذلك. ഞാനിവിടെ ഓർക്കാൻ ഉദ്ദേശിക്കുന്നു, ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹിന്റെ അടുത്ത് ഒരു ദിവസം ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഷേഖേ, ഞാൻ നിങ്ങളുടെ ദർസിലൊന്നും പങ്കെടുക്കാറില്ല, നേരിട്ട് പങ്കെടുക്കാറില്ല, പക്ഷേ നിങ്ങളുടെ ഓഡിയോ, റെക്കോർഡ് ചെയ്ത ഓഡിയോ കേൾക്കാറുണ്ട്. അപ്പോൾ ഷേഖ് പറയാണ്, ആ കാലത്ത് ഇന്നത്തെ പോലെ എന്തില്ല, യൂട്യൂബോ മറ്റ് സംവിധാനങ്ങളോ അല്ലെങ്കിൽ വെബ്സൈറ്റുകളോ ഒന്നുമില്ല. അന്ന് കാസറ്റുകളാണുള്ളത്, ഓഡിയോ കാസറ്റുകൾ. അപ്പോൾ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എൻ്റെ സദസ്സിൽ നേരിട്ട് ഹാജരായിട്ടില്ലെങ്കിലും നീ എൻ്റെ ദർസുകൾ കേട്ട് പഠിക്കുകയാണെങ്കിൽ നീ എന്തായിത്തീരും? എൻ്റെ വിദ്യാർത്ഥികളിൽ ഒരാളായി തീരും. اي نعم، ولذلك انا حقيقه يعني اوصي يعني الاخوه جميعا الشيخ صادق ومن معه الشيخ نيشان يعني يكون هناك يعني طريقه مثلا يؤخذ مثلا شرح مثلا العلماء لهالمتون ويترجم باللغه المليباريه، يعني توضع الترجمه مثلا يعني يكون قناه اليوتيوب تخصص قناه يوتيوب يعني سلفيه مليباريه، انا ما ادري هل موجوده ولا لا، وتوضع فيها دروس العلماء. مثلا هذا شرح الشيخ سماحة الشيخ بن باز الأصول الثلاثة، فيكون هناك الصوت موجود وتكون الترجمة تحت، وهذه ظاهر سهلة ومتيسرة. وهكذا في الدروس الأخرى، شرح العقيدة الواسطية، شرح كتاب التوحيد، لمعة الاعتقاد وغيرها من الكتب، تخصص قناة. أنا حقيقة أقترح هذا الاقتراح ولا أدري قد يكون مطبق ولا لا، لكن تكون هذه قناة يعني مخصصة لدروس العلماء، ويكون هناك الصوت مسموع، وتحت يعني في نفس الشاشة الشرح بلغتكم التي تسمى باللغة المنبرية. نعم. അതുപോലെ എൻ്റെ വസിയത്ത് മുഴുവൻ ആളുകളോടും, ആർക്കും സാധിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, പണ്ഡിതന്മാരുടെ ഷർഹുകൾ, കിതാബുകളുടെ ഷർഹുകൾ മലയാള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുക. അതിന് പ്രത്യേകം തന്നെ ഒരു ചാനൽ നിങ്ങൾ ഉണ്ടാക്കുക. അതാണ് എൻ്റെ വസിയത്ത്. അതിൽ പണ്ഡിതന്മാരുടെ ഉദാഹരണം ഇബ്നു ബാസിൻ്റെ ഉസൂൽ സലാസ അങ്ങനെയുള്ള ദർസുകൾ കൊടുക്കുകയും അതിന് തർജ്ജമയായി വിവർത്തനമായി മലയാളം നിങ്ങളുടെ ഭാഷയിൽ എന്ത് ചെയ്യുക, അതിൽ ഓഡിയോ വരുന്ന രൂപത്തിൽ തന്നെ സ്ക്രീനിൽ മലയാളം വിവർത്തനം കാണുന്ന രീതിയിൽ പ്രത്യേകം പണ്ഡിതന്മാരുടെ ഉസൂൽ സലാസ, അതുപോലെ അഖീദത്തുൽ വാസ്തിയ, കിതാബ് തൗഹീദ്, ലമാത്തുൽ ഇഅ്തിഖാദ് തുടങ്ങിയ ഓഡിയോ അതിന് വിവർത്തനം ചെയ്തുകൊണ്ട് ഒരു പ്രത്യേകം ഉലമാക്കളുടേത് മാത്രമായിട്ടുള്ള യൂട്യൂബ് ചാനൽ നിങ്ങളുടെ ഭാഷയിൽ ആരംഭിക്കാൻ ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. نعم. طيب أنا أنتقل للمرتبة الثانية، مرتبة العمل، وفي قوله تعالى الذين آمنوا وعملوا الصالحات. العمل
هو ثمرة العلم. ومر معنا قبل قليل قول الله تعالى: أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. فينبغي أن يحرص طالب العلم على العمل بما تعلمه. فطالب العلم يعرف مثلا فضل قيام الليل، فينبغي أن يكون له يعني حظه من قيام الليل. يعرف طالب العلم فضل الصيام، صيام النافلة، صوم الاثنين والخميس مثلا، أيام البيض 3 أيام من كل شهر. أيضا يكون قدوة لغيره في صيام النافلة فيما يتعلق ببره بوالديه، يكون من يعني قدوة للآخرين في بره بوالديه والإحسان إليهما، في صلته لأرحامه، وأيضا فيما يتعلق بتعامله مع الناس. وهذه نقطة مهمة يا إخواني، لأن الدين ليس فقط في علاقة المرء بربه، وإنما أيضا في علاقة المرء بغيره من الناس. ولهذا ولهذا نبينا صلى الله عليه وسلم قال في الحديث العظيم الذي جمع الخير كله، قال عليه الصلاة والسلام: اتق الله حيثما كنت وأتبع السيئة الحسنة تمحها وخالق الناس بخلق حسن. وهذا ينبغي أن يكون يعني منهاج للمسلم في سيره إلى ربه سبحانه وتعالى، أن يهتم بهذه العلاقات الثلاث: علاقة الإنسان بربه في قوله صلى الله عليه وسلم: اتق الله حيثما كنت. الثانية علاقة الإنسان بنفسه عندما يقع في الذنب والمعصية: وأتبع السيئة الحسنة تمحها. والعلاقة الثالثة علاقة الإنسان بغيره من الناس، فقال صلى الله عليه وسلم: وخالق الناس بخلق حسن. فكما أننا نتقرب إلى الله تعالى بصلاتنا وصومنا وحجنا وغير ذلك وتلاوة القرآن، أيضا نتقرب إلى الله عز وجل بالأخلاق الحسنة مع الناس. ولهذا سبحان الله العظيم أناس دخلوا في الإسلام من غير المسلمين بسبب أخلاق المسلمين، ومن ذلك ما حصل في بلدان شرق آسيا كأندونيسيا وغيرها. يقال إن من أسباب دخول غير المسلمين في الإسلام هو أنهم رأوا أخلاق المسلمين الذين جاءوا إليهم من بلاد العرب أو من غيرهم، جاءوا إليهم ورأوا فيهم الأخلاق الطيبة والأخلاق الحسنة والعدل يعني عدم الغش في بيعهم وشرائهم وعدم الخداع وغير ذلك من الأمور، فتأثروا بهم غاية التأثر ودخلوا في الإسلام. إذن أيها الأحبة، العمل بالعلم يكون بالعبادة لله عز وجل وبالتقرب إلى الله عز وجل بالنوافل والمستحبات، وأيضا يكون بالتخلق بالأخلاق الحسنة مع الناس. نعم. ഇനി നാം രണ്ടാമത്തെ മർത്തബയിലേക്ക് ഒരു ആയത്തിലുള്ള രണ്ടാമത്തെ മർത്തബയായ വഅമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരും ഒഴികെ എന്നുള്ളതിലേക്ക് വരികയാണ്. നമ്മൾ ആദ്യം പറയുകയുണ്ടായി, എന്താണ്, ഒരാൾ ഇൽമ് നേടിക്കഴിഞ്ഞാൽ അവൻ തീർച്ചയായും അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഒരു താലിബുൽ ഇൽം അവൻ രാത്രി നിസ്കാരത്തിൻ്റെ ഫضل അറിഞ്ഞു കഴിഞ്ഞാൽ അവന് തീർച്ചയായും അത് നിർവഹിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സുന്നത്ത് നോമ്പുകൾ, തിങ്കളാഴ്ചയുടെ, വ്യാഴാഴ്ചയുടെ, എല്ലാ മാസവും 3 നോമ്പുകൾ, അയ്യാമുൽ ബീദിന നോമ്പുകൾ, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് അവൻ നിർവഹിക്കും, മറ്റുള്ളവർക്ക് മാതൃകയാവുകയും ചെയ്യണം. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന വിഷയത്തിൽ ഒരു താലിബുൽ ഇൽം മാതൃക കാണിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുടുംബ ബന്ധം ചേർക്കുന്ന വിഷയത്തിൽ ഒരു താലിബുൽ ഇൽം മാതൃക കാണിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കൂട്ടിച്ചേർക്കേണ്ട ഒന്നാണ് ജനങ്ങളുമായുള്ള ഇടപഴകൽ. ഇത് വളരെ പ്രധാനപ്പെട്ട, എൻ്റെ സഹോദരന്മാരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദീൻ എന്ന് പറയുന്നത്
ഒരു അള്ളാഹുവുമായുള്ള റബ്ബുമായുള്ള ബന്ധം മാത്രമല്ല ദീൻ, അതേപോലെ തന്നെയാണ് ജനങ്ങളുമായുള്ള ബന്ധവും ദീനിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുകൊണ്ടാണ് ഒരു ഹദീസിൽ, വളരെ മഹത്തായ ഒരു ഹദീസിൽ, ശ്രേഷ്ഠമായ ഒരു ഹദീസിൽ പറയുണ്ടായി. ആ ഹദീസിൽ എല്ലാവിധ കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടിരുന്നു. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, നീ എവിടെ ആയിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. വഅത്ബി സയ്യിഅത്തൽ ഹസനത തംഹുഹാ, നീ ഒരു തിന്മ പ്രവർത്തിച്ചാൽ അതിനെ ഇല്ലാതാക്കി കളയുന്ന ഒരു നന്മ ചെയ്യുക. ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, നീ എന്ത് ചെയ്യുക, ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ, സൽസ്വഭാവത്തിൽ പ്രവർത്തിക്കുക. അതുകൊണ്ട് ഒരു മുസ്ലിമിന് ഇത് ഒരു മാർഗരേഖയായിരിക്കണം. അവൻ്റെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ബന്ധം പോലെ തന്നെ അവൻ എന്ത് ചെയ്യണം, ജനങ്ങളോട് നല്ല രീതിയിൽ അവൻ വർത്തിക്കേണ്ടതുണ്ട്. ഇതിൽ ഒന്നാമതായി പറഞ്ഞു എന്താണ്, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, എവിടെയായിരുന്നു അള്ളാഹുവിനെ സൂക്ഷിക്കുക, അതിൽ അള്ളാഹുമായിട്ടുള്ള അവൻ്റെ ബന്ധം ഉണർത്തുന്നു. രണ്ടാമതായി അവൻ്റെ സ്വന്തത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു, നീ ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കി കളയുന്ന, അതിന് തുടർച്ചയായി നീ ഒരു നന്മ ചെയ്യുക. അപ്പോൾ ആ തിന്മയെ മായ്ച്ചു കളയുന്ന രീതിയിലുള്ള ഒരു നന്മ ചെയ്യുക. അത് അവൻ്റെ സ്വന്തത്തിന് വേണ്ടി. ഇനി മൂന്നാമതായി അതിൽ പറയുന്നത് എന്താണ്, ജനങ്ങളുമായുള്ള ബന്ധമാണ്. അത് വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, നീ ജനങ്ങളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക. നാം അള്ളാഹുവിലേക്ക് നമ്മുടെ നിസ്കാരം കൊണ്ടും നമ്മുടെ നോമ്പ് കൊണ്ടും നമ്മുടെ ഹജ്ജ് കൊണ്ടും നമ്മുടെ ഖുർആൻ പാരായണം കൊണ്ടും ഒക്കെ അള്ളാഹുലേക്ക് അടുക്കുന്നത് പോലെ തന്നെ ജനങ്ങളോട് നല്ല സ്വഭാവം കാണിച്ചുകൊണ്ടും അള്ളാഹുലേക്ക് അടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നല്ല സ്വഭാവം കാരണം ധാരാളം മുസ്ലിങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഏഷ്യ പോലുള്ള ഭൂഖണ്ഡങ്ങളിൽ, ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ ധാരാളം ആളുകൾ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം അവിടെ പോയ മുസ്ലിമീങ്ങളുടെ നല്ല സ്വഭാവം കാണുകയും അവർ നല്ല സ്വഭാവം കാണിക്കുകയും അതുപോലെ തന്നെ കച്ചവടത്തിലും മറ്റും അവർ നീതി പുലർത്തുകയും അതുപോലെ വഞ്ചന ഇല്ലാതിരിക്കും, ഇതൊക്കെ കണ്ടിട്ടാണ് ധാരാളം ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായത്. അതുകൊണ്ട് എൻ്റെ സ്നേഹിതരെ, ഇൽമ് അത് നേടുകയും അതുകൊണ്ട് അമൽ ചെയ്യുകയും ചെയ്യണം. അത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന അമലുകൾ ചെയ്യുക നിർബന്ധമായതുകൊണ്ട്, അതുപോലെ തന്നെ സുന്നത്തായതുകൊണ്ട്, അതുപോലെ തന്നെ ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുക. ومما يدل على أهمية العلم يا أخواني قوله صلى الله عليه وسلم في حديث يعني طويل وفيه قوله والقرآن حجة لك أو عليك. القرآن هو مصدر العلم، أعظم مصادر العلم الشرعي القرآن، حتى في العقيدة. وأذكر سماحة شيخنا بن باز رحمة الله عليه لما سئل قيل له ما هو أفضل كتاب في العقيدة، فكان يظن الذي يسمع الشيخ سيقول مثلا الواسطية، كتاب التوحيد، لمعة الاعتقاد، إلى آخره من كتب السلف في العقيدة. فقال أعظم كتاب في العقيدة القرآن الكريم، فهو مصدر العلوم. إن أردت العقيدة الصحيحة والتوحيد في القرآن، إن أردت الفقه، إن أردت العلوم كلها مصدرها القرآن. ثم تأتي السنة موضحة مفسرة لما جاء في القرآن، ثم بعد ذلك ما جاء عن صحابة النبي صلى الله عليه وسلم من آثار صحيحة تبين وتوضح ما جاء في الكتاب والسنة. فالمقصود أيها الأحبة قوله عليه الصلاة والسلام والقرآن حجة لك أو عليك. طيب كيف يكون حجة لك؟ حجة لك إذا تلوته وعملت بما فيه، فيكون هذا القرآن حجة لك وشافعا لك يوم القيامة. طيب متى يكون حجة عليك؟ نسأل الله العافية والسلامة. إذا تلوته بل قد تكون حافظا له ولكن لا تعمل بما فيه، فلا ينتفع هذا المرء بالقرآن، بل يكون حجة عليه يوم القيامة. والقرآن حجة لك أو عليك. فهذا دليل على أهمية العمل بالعلم. نعم. ഇൽമിന്റെ, എൻ്റെ സഹോദരന്മാരെ, അറിവിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന വലിയൊരു ഹദീസ്, മനസ്സിലാച്ച വലിയൊരു ഹദീസിന്റെ ഒരു ഭാഗമായി വന്നതാണ് വൽ ഖുർആൻ ഹുജ്ജത്തുൻ ലക ഔ അലൈക്. ഖുർആൻ ഒന്നുകിൽ നിനക്ക് അനുകൂലമായി വരും അല്ലെങ്കിൽ നിനക്കെതിരായി വരും. ഖുർആൻ അത് എല്ലാ അറിവിൻ്റെയും മസ്തറാണ്,
എല്ലാ അറിവിൻ്റെയും ഉത്ഭവസ്ഥാനം അത് ഖുർആനാണ്. ശർഈയായ ഇൽമിൻ്റെ ഉത്ഭവസ്ഥാനം അത് ഖുർആനാണ്. അത് അഖീദയിൽ അത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു. ഒരാൾ ചോദിച്ചു, ഏതാണ് അഖീദയിൽ ഏറ്റവും നല്ല കിതാബ്? അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ പലരും ധരിച്ചു, ചിലപ്പോൾ അഖീദത്തുൽ വാസ്തിയ എന്ന് പറയും, അല്ലെങ്കിൽ കിതാബ് തൗഹീദ് എന്ന് പറയും, അല്ലെങ്കിൽ മറ്റ് സലഫുകളുടെ ഏതെങ്കിലും കിതാബിൻ്റെ പേര് പറയും. പക്ഷേ ഷെയ്ഖ് പറഞ്ഞതെന്താണ്? ഏറ്റവും അഖീദയിൽ ഏറ്റവും നല്ല കിതാബ് അത് ഖുർആനാണ്. അതുകൊണ്ട് തന്നെ ഖുർആനാണ് എല്ലാ അറിവിൻ്റെയും മസ്തർ, അതായത് ഉത്ഭവസ്ഥാനം. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് ഖുർആന്റെ ഓരോ ആയത്തുകളെയും വിശദീകരിച്ചു തരുന്ന, വ്യക്തമാക്കി തരുന്ന ഹദീസുകൾ. അതിനുശേഷം സഹാബത്തിൽ നിന്നുള്ള ആസാറുകൾ, സഹിയായ ആസാറുകൾ, ഖുർആനെയും സുന്നത്തിനെയും കൃത്യമായി വിശദീകരിക്കുന്ന ആസാറുകൾ. ഞാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ സ്നേഹിതരെ, ഖുർആൻ നിനക്ക് അനുകൂലമായി വരും, അല്ലെങ്കിൽ നിനക്ക് എതിരായി വരും. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് നിനക്ക് അനുകൂലമായി വരിക? നീ അത് പാരായണം ചെയ്യുകയും നീ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ നിനക്കത് അനുകൂലമായി വരും. അത് ഖിയാമത്ത് നാളിൽ നിനക്ക് ശഫാഅത്ത് ആയിട്ട് വരും. ഇനി നീ അത് പാരായണം ചെയ്യുകയും നീ അത് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താലോ അത് നിനക്ക് എതിരായി വരും. അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഒരാൾ വെറും ഖുർആൻ പാരായണം മാത്രമാക്കുക, ഇനി അമല് ചെയ്യുന്നില്ല എങ്കിൽ അതവന് ഉപകാരപ്പെടുകയില്ല. ഖിയാമത്ത് നാളിൽ അവനെതിരായി വരും. അതുകൊണ്ടാണ് ഖുർആൻ ഹുജ്ജത്തുലക അലൈക്, ഒന്നിക്കിൽ നിനക്ക് അനുകൂലമായി അല്ലെങ്കിൽ നിനക്കെതിരായി എന്ന് പറഞ്ഞിട്ട് അത് ഈ ഒരു ഹദീസിന്റെ ഭാഗം എന്താണെന്ന് വിളിക്കുന്നത്? ഇൽമിനോടൊപ്പം തന്നെ കർമ്മം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. وجاء في حديث آخر قوله عليه الصلاة والسلام أهل الله هم أهل الله وخاصته. يقول سماحة شيخنا ابن باز أهل القرآن أهل الله وخاصته، قال هم الذين يعملون به. الله أكبر، هم الذين يعملون به. بعض الناس لما يسمع هذا أهل القرآن هم أهل خاصته ينصرف ذهنه للحفاظ، حفاظ القرآن، حفاظ كتاب الله فقط. هذا غير صحيح. أهل القرآن هم الذين يعملون به. إذا كان هذا الحافظ من الذين يعملون بالقرآن، نعم هو من أهل القرآن. لكن لو كان هذا الحافظ لا يعمل بالقرآن فليس من أهل القرآن. ولهذا العامي الذي يعمل بالقرآن وإن لم يحفظه عن ظهر قلب هو من أهل القرآن، الذين قال عنهم النبي صلى الله عليه وسلم أهل القرآن هم أهل الله وخاصته. മറ്റൊരു ഹദീസിൽ ഇപ്രകാരം വന്നു, അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വഖാസത്തുഹു. ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി, ഖുർആനിന്റെ അഹ്ലുകാർ എന്ന് പറയുന്നത് അതാണ് അള്ളാഹുവിന്റെ പ്രത്യേകമായ അഹ്ലുകാരാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ, ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഖുർആന്റെ അഹ്ലുകാരാണ് അതുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. ചില ആളുകൾ അവർ ഈ ഹദീസ് കേൾക്കുമ്പോൾ വിചാരിക്കും ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകളാണ്, അവർ മാത്രമാണ് ഇതിൻ്റെ ആളുകൾ. അത് ശരിയായ മനസ്സിലാക്കലല്ല. കാരണം ഖുർആനിൻ്റെ അഹ്ലുകാർ ആളുകൾ എന്ന് പറയുന്നത് അത് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ ഇനി ഖുർആൻ മനഃപ്പാഠമാക്കി അവൻ അതുകൊണ്ട് പ്രവർത്തിച്ചില്ലെങ്കിലോ അവനൊരിക്കലും ഖുർആന്റെ ആളുകളിൽ പെടുകയില്ല. അതുകൊണ്ടാണ് ഒരു സാധാരണക്കാരൻ അവൻ ഖുർആൻ അവനെ ഹൃദയത്തിൽ മനഃപ്പാഠമാക്കിയിട്ടില്ലെങ്കിലും അതുകൊണ്ട് പ്രവർത്തിച്ചാൽ അവൻ ഖുർആനിൻ്റെ അഹ്ലുകാരിൽ പെട്ടു. المرتبة الثالثة في قوله تعالى وتواصوا بالحق. إذا المرتبة الأولى العلم، الثانية العمل به، الثالثة الدعوة إليه. وفي قوله تعالى وتواصوا بالحق، ما يكفي أنك تتعلم وتعمل بعلمك وتترك الآخرين من إخوانك المسلمين في جهل، بل يجب عليك أن تقوم بالدعوة إلى الله ونصرة هذا الدين ونصرة العقيدة الصحيحة، العقيدة السلفية، تسعى في نشرها بين المسلمين. قال الله تعالى ادعو إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي أحسن. وقال عز وجل ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. فلا تقتصر على نفسك، لا تكن صالحا فقط، بل كن صالحا ومصلحا،
كن صالحا في نفسك ومصلحا لغيرك. لا سيما يا إخواني والمسلمون اليوم يحتاجون إلى الدعوة إلى الله. الآن في جهل عظيم عند كثير من المسلمين، وأيضا الدعوة إلى الله للمسلمين ولغير المسلمين أيضا. ولهذا قوله صلى الله عليه وسلم: لأن يهدي الله بك رجلا واحدا خير لك من حمر النعم. يدخل في ذلك هداية المسلم غير المسلم إلى الإسلام، وأيضا هداية المسلم إلى أن يعتقد العقيدة الصحيحة وأن يقوم بالعبادة الصحيحة لربه سبحانه وتعالى. فهذا هو الذي يجب علينا أن نهتم به بعد أن من الله عز وجل علينا مثلا بالعلم والعمل به، أن نسعى في الدعوة إلى الله سبحانه وتعالى بكل وسيلة نستطيع أن نصل إلى الناس بها، بالخطبة، الخطابة، بالكلمة، بالموعظة، بالدروس، بمقاطع العلماء ونشرها عن طريق مواقع التواصل الاجتماعي، عبر هذه الأجهزة التي تسمى الأجهزة الذكية، عبر الفيسبوك، عبر اليوتيوب، عبر هذه المنصات التي وجدت اليوم ونفع الله عز وجل في الدعوة إلى الله سبحانه وتعالى. لا نقتصر على أنفسنا، نسعى سعيا حثيثا في نشر الخير بين الناس والدعوة إلى الله عز وجل. ويستطيع المرء وهو جالس على كرسيه أو على فراشه، مضطجع على فراشه، أن يدعو إلى الله سبحانه وتعالى عن طريق هذه الأجهزة، فيأخذ هذه المقاطع المفيدة النافعة لعلماء السنة، سماحة شيخنا بن باز، الشيخ بن عثيمين، الشيخ صالح الفوزان، والشيخ محدث محمد ناصر الدين الألباني وغيرهم من علماء السنة، وينشرها بين الناس. فهذا كلامه الشيخ بن باز في التوحيد ومعنى لا إله إلا الله، هذا كلام الشيخ بن عثيمين في أهمية الصلاة، هذا كلام الشيخ صالح الفوزان في أهمية السنة واتباع السنة والحذر من البدع والحذر من الجماعات والفرق والأحزاب، وهكذا مقاطع كثيرة ما عليك إلا أن تقوم بنشرها بين إخوانك المسلمين. نعم. മൂന്നാമത്തെ മർത്തബ, മൂന്നാമത്തെ പദവി, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വതവാസൗ ബിൽ ഹഖ്, ഹഖ് കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവർ ഒഴികെ. ആദ്യം അറിവ്, രണ്ടാമത് അതിനെ കൊണ്ട് പ്രവർത്തിക്കൽ, മൂന്നാമത് അള്ളാഹുവിലേക്ക് ക്ഷണിക്കൽ, അതായത് പരസ്പരം ഉപദേശിച്ചുകൊണ്ട്. ഒരു മനുഷ്യന് ഒരിക്കലും അവൻ ഇൽമ നേടി എന്നിട്ട് അവൻ അമൽ ചെയ്തു മറ്റുള്ളവരെ ഉപേക്ഷിച്ച് തൻ്റെ സഹോദരങ്ങളായ സത്യവിശ്വാസികളെ മുസ്ലിമീങ്ങളെ ഒഴിവാക്കിയിട്ട് ഒരിക്കലും അവന് മാറി നിൽക്കാൻ പറ്റില്ല. അവൻ നിർബന്ധമാണ് തൻ്റെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നത്, ഈ ദീനിനെ സഹായിക്കുക എന്നുള്ളത്. ശരിയായ അഖീദ പഠിപ്പിച്ചുകൊണ്ട്, സലഫി അഖീദ പഠിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ എന്ത് ചെയ്യണം, അവൻ ദഅവത്ത് ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. നീ നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് ഹിക്മത്ത് കൊണ്ടും ഏറ്റവും നല്ല സദുപദേശം കൊണ്ടും നീ എന്ത് ചെയ്യുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അതുപോലെ തന്നെ ഏറ്റവും നല്ലത് കൊണ്ട് നീ അവരോട് സംവദിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്ന് പറയുകയും ചെയ്തവനേക്കാൾ ശ്രേഷ്ഠമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? ഒരിക്കലും നാം ഒരിക്കലും നമ്മിൽ തന്നെ ചുരുങ്ങിപ്പോകാൻ പാടില്ല. നീ സ്വയം നിന്നെ നന്നാക്കുന്നതായി മാറാൻ പാടില്ല. അതിന് മറിച്ച് എന്ത് ചെയ്യണം, നീ മറ്റുള്ളവരെ നന്നാക്കുകയും ചെയ്യണം. നീ സ്വയം നന്നാവുകയും മറ്റുള്ളവരെ നന്നാക്കുകയും ചെയ്യണം. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക് ദഅവത്ത് ചെയ്യേണ്ടതുണ്ട്. ഇന്ന് അള്ളാഹുവിലേക്കുള്ള ദഅവത്തിന് ധാരാളം അത്യാവശ്യമുണ്ട്. ധാരാളം മുസ്ലിമീങ്ങൾ അവർ വളരെ ജഹലിലാണ്, അറിവില്ലായ്മയിലാണ്, വളരെ വലിയ ജഹലിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കണം, മുസ്ലിമീങ്ങളെ ദഅവത്ത് ചെയ്യേണ്ട. അതുപോലെ തന്നെ മുസ്ലിങ്ങളല്ലാത്ത ആളുകളെയും
എന്ത് ചെയ്യേണ്ടതുണ്ട്? അള്ളാഹുവിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഇൻ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിൻ ഹുമുരിൻ നിഅം. നിന്റെ കൈ മുഖേന, നീ മുഖേന ഒരാൾ ഹിദായത്തിലാവുക എന്നുള്ളത് നിനക്കൊരു ചുവന്ന ഒട്ടകം ലഭിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഈ ദഅവത്തിൽ മുസ്ലിമീങ്ങളും പെട്ടു, അതുപോലെ തന്നെ ഇസ്ലാം അല്ലാത്ത അമുസ്ലിങ്ങളും പെട്ടു. ആ മുസ്ലിമീങ്ങളെ യഥാർത്ഥ ശരിയായ അഖീദയിലേക്കും അള്ളാഹുവിന് യഥാർത്ഥമായി ഇബാദത്ത് ചെയ്യുന്നതിലേക്ക് ക്ഷണിക്കുക. അതുപോലെ തന്നെ മറ്റ് മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ അള്ളാഹുവിലേക്ക്, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതും ഈ ദഅവത്തിൽപ്പെട്ടു. നാം എല്ലാവിധ മാർഗങ്ങളും ഉപയോഗിച്ച് ദഅവത്ത് നടത്തുക. ഖുതുബയിലൂടെ, പ്രഭാഷണത്തിലൂടെ, ചെറിയ ചെറിയ സംസാരങ്ങളിലൂടെ, വഅളുകളിലൂടെ, ദർസുകളിലൂടെ, അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ ഓഡിയോ അതിനെ തർജ്ജമ ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കുക വഴി ഇന്ന് കാണുന്ന ഫേസ്ബുക്ക്, യൂട്യൂബ് പോലുള്ള എല്ലാവിധ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചും ഒരിക്കലും നമ്മളിൽ തന്നെ ചുരുങ്ങി പോകാൻ പാടില്ല. ഈ ദഅവത്ത് ചെയ്യുന്നതിൽ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതുണ്ട്. ഒരാൾക്ക് തൻ്റെ വീട്ടിലെ കസേരയിൽ ഇരുന്നുകൊണ്ട്, തൻ്റെ സോഫയിൽ ചാരി ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹുലേക്ക് ഈ ഒരു ഉപകരണങ്ങൾ വഴി ക്ഷണിക്കാൻ പറ്റും. അവൻ ഉദാഹരണമായി അവൻക്ക് എന്ത് ചെയ്യാം? ഒരു പണ്ഡിതൻ്റെ ഓഡിയോ ക്ലിപ്പുകൾ എടുത്ത്, ഉദാഹരണത്തിന് ഇബ്നു ബാസിൻ്റെ, ഇബ്നു ഉസൈമീൻ്റെ, സാലിഹ് അൽ ഫൗസാൻ്റെ, മുഹദ്ദിസ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ്, ഇവരുടെയൊക്കെ ക്ലിപ്പുകൾ അവന് പ്രചരിപ്പിക്കാൻ പറ്റും. ഏതുപോലെ? ഇബ്നു ബാസിൻ്റെ തൗഹീദിനെ കുറിച്ചും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥത്തെക്കുറിച്ചുമുള്ള ഓഡിയോ, അതുപോലെ തന്നെ ഇബ്നു ഉസൈമീൻ്റെ നിസ്കാരത്തിൻ്റെ പ്രാധാന്യം പറയുന്ന ഓഡിയോ, അതുപോലെ തന്നെ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ്റെ സുന്നത്തിൻ്റെ പ്രാധാന്യവും അത് പിൻപറ്റേണ്ടതിൻ്റെ പ്രാധാന്യവും ബിദ്അത്തിനെ കുറിച്ചും, അതുപോലെ തന്നെ പിഴച്ച കക്ഷികളിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനെ കുറിച്ചുള്ള ഓഡിയോ, ഇങ്ങനെ അത് മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കേണ്ടതുണ്ട്. أهم شيء يا إخواني الدعوة إلى التوحيد. الدعوة إلى التوحيد فهو أهم المهمات وأوجب الواجبات، دعوة إلى العقيدة الصحيحة. وأيضا الذي حقيقة أوصيكم به في كيرلا الاهتمام بدعوة غير المسلمين. يعني مثلا أنا ما أدري في كيرلا كم نسبة المسلمين في كيرلا؟ طيب 27، يعني قول 30%، يعني البقية غير مسلمين، ولا فيه الهندوس وفي غير الهندوس، ولا لا؟ النصارى مثلا، هؤلاء أيضا يحتاج من يدعوهم إلى الإسلام ويدعوهم إلى الدين الصحيح. يعني عندما ينبري بعض السلفيين لدعوة هؤلاء للإسلام والدين الصحيح هذا خير عظيم. وهناك من السلفيين من يهتم بالمسلمين وتعليمهم العقيدة الصحيحة وغير ذلك والدروس والاهتمام، هذا على خير وهذا على خير، هذا يدعو إلى الله وهذا أيضا يدعو إلى الله. يكون هناك ناس يعني عندهم اهتمام مثلا وتخصص في دعوة غير المسلمين، وهناك من طلبة العلم من السلفيين عندهم اهتمام بالدروس العلمية للمسلمين وتصحيح العقيدة وتحذيرهم من المخالفات العقدية، تحذيرهم من البدع والمحدثات في الدين. فهؤلاء على خير وهؤلاء أيضا على خير. തൗഹീദി ദഅവത്ത് എന്ന് പറയുന്നത് എൻ്റെ സഹോദരന്മാരെ വളരെ പ്രധാനപ്പെട്ടതാണ്. തൗഹീദിലേക്കുള്ള ദഅവത്ത് അത് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യവുമാണ്. യഥാർത്ഥ അഖീദയിലേക്കുള്ള ദഅവത്ത്. അതുപോലെ ഞാൻ കേരളത്തിലുള്ള എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അതീവ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് അമുസ്ലിങ്ങൾക്കുള്ള ദഅവത്ത്, മറ്റു മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക്. അതായത് നിങ്ങളുടെ കേരളത്തിൽ എത്ര മുസ്ലിങ്ങളുണ്ട്? ഒരു 30%. ആ 30% ബാക്കി 70% അമുസ്ലിമീങ്ങളാണ്. അതിൽ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ നസാറാക്കളുണ്ട്, മറ്റു ആളുകളുണ്ട്. ഇവരെ എല്ലാം ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. യഥാർത്ഥ ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. ഒരു സലഫി ഒരിക്കലും വെറും മുസ്ലിമീങ്ങളെ മാത്രം ക്ഷണിക്കൽ ദഅവത്തിൽ ആയിക്കൂടാ. അവനെന്ത് ചെയ്യേണ്ടതുണ്ട്? അവന് മറ്റുള്ള അമുസ്ലിങ്ങളെ കൂടി യഥാർത്ഥ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ അവനെന്ത് ചെയ്യണം? അവൻ കാണിക്കണം. പിന്നെ ഒരാൾ മുസ്ലിമീങ്ങളെ അഖീദ പഠിപ്പിക്കുകയും ശരിയായ അഖീദ പഠിപ്പിക്കുകയും അതും ഒക്കെ ദുറൂസുകൾ ചെയ്യുന്നാൽ അതിൽ ഖൈറുണ്ട്.
അതുപോലെ തന്നെ മറ്റുള്ളവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന കാര്യത്തിലും ഒരാൾ അതിനുവേണ്ടി താല്പര്യം കാണിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ചാൽ അതിലും ഖൈറുണ്ട്, ഇതിലും ഖൈറുണ്ട്, അതിലും ഖൈറുണ്ട്. ولذلك أنا أقترح حقيقة اقتراح آخر. الاقتراح الأول يعني قناة الدروس العلمية للعلماء تترجم، قناة أخرى لدعوة غير المسلمين. يعني ينبري بعض السلفيين في الدعوة إلى الإسلام وتوجه لهم بهذه اللغة، لغتكم لغة المنبرية، دعوة هؤلاء سواء من الهندوس أو من النصارى أو من السيخ أو غيره. ഞാൻ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ഉണർത്തുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ, ഒന്ന്, പണ്ഡിതന്മാരുടെ ദുറൂസുകൾ വിവർത്തനം ചെയ്തുകൊണ്ട് പ്രത്യേകമായ ഒരു ചാനൽ മലയാളം നിങ്ങളുടെ ഭാഷയിലേക്ക്, അതുപോലെ തന്നെ മുസ്ലിമീങ്ങളെ ദഅവത്ത് ചെയ്യാൻ വേണ്ടി പ്രത്യേകം മറ്റൊരു ചാനൽ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് നിങ്ങളുടെ ഭാഷയിൽ എന്ത് ചെയ്യുക, ഇസ്ലാമിലെ ഉലമാക്കളുടെ ക്ലാസ്സുകൾ അത് തർജ്ജമ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഷയിൽ മറ്റ് മുസ്ലിമീങ്ങളെ, ഹിന്ദുക്കളെ, അതുപോലെ തന്നെ നസാറാക്കളെ, സിഖുകാർ, മറ്റ് ആളുകളെ, ഇവരെയൊക്കെ ക്ഷണിക്കുന്നതിലേക്ക് പ്രത്യേകം മറ്റൊരു ചാനൽ കൂടി നിങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. والله ضروري يا اخوان. يعني لماذا نترك الدعوة للإسلام لجماعات حزبية؟ لماذا نجعل الدعوة للإسلام لإخواني أو تبليغي أو صوفي؟ لا، السلفي هو أولى الناس بالدعوة إلى الإسلام الصحيح والعقيدة الصحيحة. ولذلك نبينا عليه الصلاة والسلام كان مهتما بدعوة غير المسلمين إلى الإسلام، أليس كذلك؟ والصحابة كذلك، والأئمة الإسلام. انظروا مثلا شيخ الإسلام ابن تيمية له كلام مع النصارى ومؤلفات في إقامة الحجة على النصارى، وله كلام مع يعني غيرهم من أهل الضلال، وكذلك أيضا له اهتمام رحمة الله عليه بالفرق الضالة كالأشاعرة والمعتزلة والصوفية وغيرهم. فكان مهتما بدعوة غير المسلمين للإسلام، وأيضا تصحيح عقائد المسلمين التي فيها ما فيها من الفساد والانحراف. അല്ലാഹുവാണ്, ഇത് വളരെ അത്യാവശ്യമാണ് എൻ്റെ സഹോദരന്മാരെ. എന്തുകൊണ്ടാണ് നമ്മൾ മുസ്ലിമീങ്ങളിലെ പിഴച്ച കക്ഷികൾക്ക് മാത്രമായി നമ്മൾ ദഅവത്ത് നടത്തുന്നത്? നമ്മൾ എന്തിനാണ് വെറും ഇഖ്വാനികൾക്ക് മാത്രം, അല്ലെങ്കിൽ തബ്ലീഗ് ജമാഅത്തിന് മാത്രം, അല്ലെങ്കിൽ സൂഫികൾക്ക് മാത്രം? അങ്ങനെ ആയിക്കൂടാ. ഒരു സലഫി അവനാണ് ഏറ്റവും ആദ്യം മറ്റ് മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ട ആൾ. അവൻ ഒരു സലഫിയാണ് ഏറ്റവും ആദ്യം അതിന് മുന്നിട്ടിറങ്ങേണ്ടത്, അർഹനായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു അമുസ്ലിങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിൽ അങ്ങേയറ്റം പ്രാധാന്യം കണ്ടിട്ടുണ്ട്. അങ്ങനെ സഹാബത്തും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഇസ്ലാമിലെ ഇമാമീങ്ങൾ അവരെല്ലാം അങ്ങനെ തന്നെ. നോക്കൂ, ഉദാഹരണമായി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ, അദ്ദേഹത്തിന് കിതാബുകളുണ്ട്. ക്രിസ്ത്യാനികൾക്ക് അവർക്ക് ഹുജ്ജത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടി എഴുതിയിട്ടുള്ള കിതാബുകളുണ്ട്. അതുപോലെ തന്നെ മറ്റ് കക്ഷികൾക്ക് വേണ്ടിയിട്ടും. അതേസമയം തന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്ലാമിലെ പിഴച്ച കക്ഷികളായ അശ്അരികൾ, മുഅ്തസിലിയാക്കൾ, സൂഫികൾ പോലുള്ള ആളുകൾക്കും അദ്ദേഹം ദഅവത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുസ്ലിമീങ്ങളുടെ അഖീദ നന്നാക്കാനും അത് പ്രാധാന്യം കൊടുത്തതുപോലെ തന്നെ മുസ്ലിങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിലും അദ്ദേഹം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. نعم، آخر هذه المراتب في سورة العصر مرتبة الصبر، وتواصوا بالصبر. وما أحوجنا يا إخواني إلى الصبر في العلم وطلب العلم والجد والاجتهاد في طلب العلم. نحتاج إلى صبر، نحتاج أيضا إلى صبر في العمل بالعلم، ونحتاج أيضا إلى صبر في الدعوة إلى الله، لأن الذي يدعو إلى الله ويأمر بالمعروف وينهى عن المنكر سيلاقي ما يلاقي من أذى الناس. والله عز وجل قال على لسان لقمان في وصيته لابنه: يا بني أقم الصلاة وأمر بالمعروف وانهى عن المنكر واصبر على ما أصابك إن ذلك من عزم الأمور. فالذي يدعو إلى الله ويأمر بالمعروف وينهى عن المنكر يدعو إلى العقيدة الصحيحة، يدعو إلى منهج السلف الصالح، سيواجه ما يواجه من يعني الأذى
من الناس، فعليه أن يصبر ويصابر. فهذا هو منهج النبي صلى الله عليه وسلم ومنهج أولو العزم من الرسل، كما قال الله عز وجل: فاصبر كما صبر أولو العزم من الرسل. ഇനി സൂറത്തുൽ അസ്റിലെ അവസാനത്തെ മർത്തബയായ അവസാനത്തെ പദവി എന്താണ്? അത് സബറാണ്. പരസ്പരം ക്ഷമ കൊണ്ട് ഉപദേശിക്കുക. വതവാസൗ ബിസ്സബർ. എൻ്റെ സഹോദരന്മാരെ, നമുക്ക് ക്ഷമ വളരെ അത്യാവശ്യമാണ്. നമ്മൾ അറിവ് നേടുന്നത് നമുക്ക് ക്ഷമ വേണം. അതുപോലെ തന്നെ നമുക്ക് അതിൽ അമൽ ചെയ്യുന്നതിൽ ക്ഷമ വേണം. അതുപോലെ തന്നെ നമ്മൾ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നതിൽ ക്ഷമ വേണം. കാരണം ഒരാൾ അള്ളാഹുലേക്ക് ക്ഷണിക്കുമ്പോൾ, നന്മ കൽപ്പിക്കുമ്പോൾ, തിന്മ വിരോധിക്കുമ്പോൾ ജനങ്ങളിൽ നിന്നും അവൻ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലുഖ്മാൻ അലൈഹിസ്സലാമിൻ്റെ നാവിലൂടെ തൻ്റെ മകന് കൊടുത്ത വസിയ്യത്തിൽ പറയുകയുണ്ടായി: യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. എൻ്റെ പൊന്നുമകനെ, നീ നമസ്കാരം നിലനിർത്തുക, നീ നന്മ കൽപ്പിക്കുക, നീ തിന്മ വിരോധിക്കുക. അതുപോലെ തന്നെ നിനക്ക് വന്നിട്ടുള്ള കാര്യങ്ങളിൽ നീ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുക. തീർച്ചയായും ഈ കാര്യങ്ങൾ എന്താണ്? വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പെടാം. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരാൾ, നന്മ കൽപ്പിക്കുന്ന ഒരാൾ, തിന്മ വിരോധിക്കുന്ന ഒരാൾ, യഥാർത്ഥ അഖീദയിലേക്ക് ക്ഷണിക്കുന്ന ഒരാൾ, അവൻ ജനങ്ങളിൽ നിന്നും സലഫു സാലിഹ്യങ്ങൾ നേരിട്ട പോലെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ നേരിടും. അപ്പോൾ അവൻ ക്ഷമിക്കൽ വളരെ നിർബന്ധമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം. അതാണ് ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരുടെ മാർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു: ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. നീ ക്ഷമിക്കുക, ഏതുപോലെ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ ക്ഷമ കൈക്കൊണ്ട പോലെ നീയും ക്ഷമ കൈക്കൊള്ളുക. في ختام هذه الكلمة أوصيكم ونفسي أيضا بوصية مهمة جدا، وهي الوصية التي تتعلق بأهمية التعاون على البر والتقوى. أن نتعاون جميعا في الدعوة إلى الله، نتعاون جميعا في نشر التوحيد والعقيدة الصحيحة. ما أجمل أن يتكاتف السلفيون الذين جمعهم الله عز وجل على عقيدة واحدة، أن يتكاتفوا في الدعوة إلى الله، وأن يتعاونوا فيما بينهم، وأن يتناصروا ويشد بعضهم بعضا، كما قال عليه الصلاة والسلام: المؤمن للمؤمن كالبنيان يشد بعضه بعضا. وشبك النبي صلى الله عليه وسلم بين أصابعه. فالتعاون يا إخواني فيما بيننا، ولا نجعل للشيطان مدخل في أن يدخل بين السلفيين وأصحاب العقيدة الواحدة في زرع الخلافات بينهم وهم على منهج واحد وعلى عقيدة واحدة. في ختام هذه الكلمة شيخ صادق، أنا أكرر يعني سعادتي وسروري بهذا الجمع الطيب. ഇതിൻ്റെ അവസാനത്തിൽ എനിക്ക് എൻ്റെ സഹോദരന്മാരെ നിങ്ങളോട് വസിയത്ത് ചെയ്യാനുള്ളത് വളരെ പ്രധാനപ്പെട്ട വസിയത്താണ്. അതെന്താണെന്ന് വെച്ചാൽ അത് പരസ്പര സഹകരണത്തിൻ്റെയാണ്. നന്മയിലും തഖ്വയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുക. നാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തൗഹീദ് പ്രചരിപ്പിക്കുന്നതിൽ, യഥാർത്ഥ അഖീദ പ്രചരിപ്പിക്കുന്നതിൽ നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കേണ്ടത്. സലഫികൾ അള്ളാഹു അവരെ എന്ത് ചെയ്തിരിക്കുകയാണ്? യഥാർത്ഥ ഒരു അഖീദയിൽ ഒരുമിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദഅവത്ത് ചെയ്യുന്നതിൽ, അതുപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം ഒരുമിച്ച് ഒത്തൊരുമയോടെ പോകേണ്ടതുണ്ട്. അവർ പരസ്പരം സഹായിക്കേണ്ടതുണ്ട്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് മുന്നോട്ട് പോകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുന്യാനി യശുദ്ദു ബഅ്ളുഹു ബഅ്ളാ. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ സംബന്ധിച്ചതുപോലെ എങ്ങനെയാണ്? ഒരു കെട്ടിടം പോലെയാണ്. യശുദ്ദു ബഅ്ളുഹു ബഅ്ളാ. അവൻ പരസ്പരം ഒന്ന് മറ്റൊരാളെ ശക്തിപ്പെടുത്തുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? എൻ്റെ ഇരു കൈ വിരലുകൾ ചേർത്ത് പിടിച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരന്മാരെ, പരസ്പരമുള്ള സഹകരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശൈത്താൻ നമ്മളൊരിക്കലും ഇടം കൊടുക്കരുത്. നമ്മുടെ ഇടയിൽ യഥാർത്ഥ അഖീദ ഒന്നായിട്ടുള്ള നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങൾ വിത്ത്
പാകാൻ ഒരിക്കലും നമ്മൾ ഇടം കൊടുക്കരുത്. നമ്മൾ ഒരേ മനഹജിലും ഒരേ അഖീദയിലും ഒരുമിച്ച് കൂടിയ ആളുകൾ പരസ്പരം സഹകരിച്ച് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ ഞാൻ വസിയത്ത് ചെയ്യുന്നു. എൻ്റെ അവസാനത്തിൽ വളരെയധികം സന്തോഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്നുകൂടി എല്ലാവരും അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.